ഇതാ എടുത്തോളൂ. ഞാനത് നിനക്ക് തരട്ടെ. എനിക്കെന്തിനാ വല്ലവരുടെയും കുപ്പായം? അമ്മ എന്നെ കൊന്നുകളയും. ഞാനില്ലെങ്കിൽ പിന്നെ എൻ്റെ അമ്മയ്ക്ക് ആരാ ഉള്ളത്? എവിടാ നിന്റെ വീട്? അക്കരയാ, ആറ്റരികിൽ. ഇവിടുന്ന് കൂവിയാ കേക്കാം. നിന്റെ വീട്ടിൽ വേറെ ആരുമില്ലേ? എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. പണ്ടെന്റെ അച്ഛൻ തുടങ്ങിയിരുന്ന വള്ളമാണിത്. ആ, ഞാൻ നിനക്കൊരു ജോലി തന്നാലും ഇതിനേക്കാൾ വരുമാനമുള്ളത്? എനിക്ക് എന്റെ അമ്മ ഒറ്റയ്ക്കാക്കി വരാൻ പറ്റില്ല. എനിക്ക് നിന്റെ വീടും നിന്റെ അമ്മയൊക്കെ ഒന്ന് കാണണം. എന്തിനാ? ആദ്യം നിന്റെ വീടെത്തട്ടെ, എന്നിട്ട് പറയാം. ഈ കാണുന്നതാണ് എന്റെ വീട്. ഇതാ പിടിച്ചോളൂ. ആ, നീ നിന്റെ അമ്മയെ വിളിക്കേ. സുഖമില്ലാത്ത അമ്മയ്ക്ക് എണീറ്റ് വരാൻ പറ്റില്ല. എന്റെ കൂലി തന്നാൽ മതി. ആരാ മോനെ അവിടെ? ഞാൻ നിങ്ങളുടെ മകന്റെ വള്ളത്തിലെ ഒരു യാത്രക്കാരനാ. എന്റെ മകന് വേണ്ടി വാങ്ങിയ ഒരു കമ്പിളിക്കുപ്പായം കളഞ്ഞുപോയിന്ന് കരുതിയതാ. നിങ്ങളുടെ മകന്റെ സത്യസന്ധത കൊണ്ട് എനിക്കത് തിരിച്ചു കിട്ടി. ഞാൻ എൻ്റെ മകന് വേറൊരെണ്ണം വാങ്ങി കൊടുക്കുകയും ചെയ്തു. നിങ്ങളുടെ മകന്റെ നേരിനുള്ള സമ്മാനമായി ഞാനിത് അവന് നൽകുന്നു. അവനോടിത് വാങ്ങാൻ പറയണം. മോനെ, ഇനി അത് വാങ്ങിക്കോ. ഇപ്പോഴത് ദൈവത്തിന്റെ കുപ്പായമാണ്. ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലും ഇത്ര സത്യസന്ധതയുള്ള കുട്ടികൾ നാടിന് അഭിമാനമാണ്. മകനെ ഇങ്ങനെ വളർത്തുന്ന ഒരമ്മയും. ഞാൻ പൊയ്ക്കോട്ടെ. അമ്മേ, 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 നോക്കമ്മേ. എങ്ങനെയുണ്ടമ്മേ? പറയൂ അമ്മേ, എങ്ങനെയുണ്ടമ്മേ എന്റെ കുപ്പായം? എന്റെ പൊന്നു മോനെ,